നമസ്കാരം കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് വിക്സ് തലയിൽ പുരട്ടുന്നത് കൊണ്ട് താരനും ഇതൊക്കെ പോകുന്നു എന്ന് പറയുന്നുണ്ട്. താരൻ പോകും, മുടി വളരും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന് വ്യക്തത വേണം. അത് എനിക്ക് അങ്ങനെ ഒരു കാര്യത്തിൽ കണിശതയുണ്ട്. കാര്യം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ഒരു വാക്കുകൊണ്ട് മറ്റൊരാൾക്ക് ദോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ കർമ്മഫലം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ആ ഒരു ദോഷം എനിക്ക് വേണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനിപ്പോൾ ഇത് വന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ തലമുടിയിൽ ഇത് വിക്സ് പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഇഫക്റ്റ് ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടതുകൊണ്ട് ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ശാസ്ത്രീയത വേണം. നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും അതിനൊരു യുക്തി വേണം. അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഗവേഷണങ്ങളൊന്നും നടന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കർപ്പൂരം, മെന്തോള്, ലാവൻഡർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണുള്ളത്. ഈ സാധനങ്ങളെല്ലാം തന്നെ തീർച്ചയായിട്ടും നമ്മുടെ മുടിക്ക് ബലം നൽകുന്നതും പിന്നെ ഹെയർ ഫോളിക്സിന് സ്ട്രെങ്ത് നൽകുന്നതും സർക്കുലേഷൻ കൂട്ടുന്നതും അലോപേഷ്യ പോലുള്ള ഭയങ്കരമായിട്ട് മുടി കൊഴിയുന്ന അസുഖമുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ ഇതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മരുന്ന് കമ്പനി തന്നെ പറയുന്നത്, ഇത് ഉൽപ്പാദിപ്പിക്കുന്ന വിക്സ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി തന്നെ പറയുന്നുണ്ട് 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കാൻ പാടില്ല. മാത്രമല്ല ഇത് എക്സ്റ്റേണൽ പർപ്പസ്, ട്രോപ്പിക്കൽ യൂസിന് വേണ്ടി മാത്രമുള്ള ഒരു സാധനമാണ്. നമ്മളിത് തലയിൽ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം കൂടുതലായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വായിച്ചതിൽ നിന്നും കിട്ടിയത് ഡോക്ടർ ചാൾസ് കാർലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂയോർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റിൻ്റെ ഒരു റിപ്പോർട്ടാണ്. അദ്ദേഹം പറയുന്നത് ഈ വിക്സ് ഉപയോഗിക്കുമ്പോൾ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ ക്യാംഫർ, മെന്തോൾ, ലാവൻഡർ ഇതേപോലുള്ള സാധനങ്ങൾ അലർജി ഉണ്ടാക്കുന്ന ആൾക്കാരിൽ ഇതുണ്ടാക്കുന്നത് ഭയങ്കര ഒരു എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ ഇൻഡിക്കേഷൻ, ഇത് ഉപയോഗിക്കാൻ ഇതിൻ്റെ ഉപയോഗം പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് ഇത് ഉപയോഗിക്കുക. അതുകൂടാണ്ട് ഇത് ദീർഘനേരം തലയിലൊന്നും പുരട്ടി വെക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഡെർമറ്റോളജിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സന്ദേശം അദ്ദേഹം പറയുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ ബ്രൂസ് റൂബിൻ, വേക്ക് ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മെഡിസിനിലെ ഒരു ഡോക്ടറാണ്. അദ്ദേഹം പറയുന്നത് ഇത് ഒരു കാരണം വെച്ചാലും മുറിവിൽ പുരട്ടരുത്. അല്ലെങ്കിൽ പൊറ്റയില്ലേ, നമ്മുടെ ഇവിടെ ഒരു മുറിവുണ്ടായിട്ട് അതിൻ്റെ മുകളിൽ പൊറ്റ വരുമല്ലോ, അത് ഉണങ്ങുന്ന സമയത്ത് അവിടെയൊന്നും പുരട്ടാൻ പാടില്ല. കാരണം ഇതിൻ്റെ അകത്ത് ക്യാംഫർ ഉണ്ട്. ക്യാംഫർ അബ്സോർപ്ഷൻ കൂടിക്കഴിഞ്ഞാൽ ടോക്സിക് റിസൾട്ട്സ് ഉണ്ടാക്കും. അപ്പോൾ ഏത് തരത്തിലാണ് ഒരാളുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അപ്പോൾ ഇത് ഒരിക്കലും ട്രോപ്പിക്കലി ഉപയോഗിക്കുന്ന സമയത്ത് പോലും ഇത് മുറിവിൽ പുരട്ടാൻ പാടില്ല എന്നുള്ളതാണ് അദ്ദേഹം നൽകുന്നൊരു സന്ദേശം. അപ്പോൾ തലയിൽ എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തല കടിച്ചിട്ട് ഈ താരനൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ നഖമൊക്കെ ഉള്ള ആരും നന്നായിട്ട് ചുരണ്ടി കഴിയുമ്പോൾ തലയിൽ മുറിവുകളൊക്കെ ഉണ്ടായിരിക്കുന്ന അവസ്ഥയിൽ പുരട്ടുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണമെന്നാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കൂടാണ്ട് കുട്ടികളിൽ ഒരു കാരണവശാലും 2 വയസ്സുള്ള കുട്ടികൾ ഇത് ഉപയോഗിക്കാൻ പാടില്ലെന്ന് കമ്പനി തന്നെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ മ്യൂക്കസ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. മ്യൂക്കസ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ശ്വാസനാളത്തെ പോലെയല്ല കുഞ്ഞുങ്ങളുടെ ശ്വാസനാളം. അവരുടെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഈ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ വന്നിട്ട് മ്യൂക്കസ് തിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉണ്ടാക്കും. ഭയങ്കര സിവിയർ ആണെങ്കിൽ റെസ്പിറേറ്ററി അറസ്റ്റൊക്കെ വരും. അതുകൊണ്ട് 18 മാസമായിട്ട് ഒരു കൊച്ചിൻ്റെ മൂക്കിൻ്റെ ഉള്ളിൽ ഇത് ഫലം ഉണ്ടാവുമെന്ന് പറഞ്ഞ് തേച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടും കൂടി അദ്ദേഹം ഞാൻ വായിച്ച ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ലതാണ്, പക്ഷേ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ, ഉപയോഗിക്കേണ്ട വിധത്തിൽ ഉപയോഗിക്കാനായിട്ടുള്ള യുക്തി നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ മുടി വളരാനും താരൻ മാറാനും ഒക്കെയുള്ള ഉപയോഗത്തിൽ ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള ദിശാബോധം ഉണ്ടാകട്ടെ. ഞാനിപ്പോൾ ഇത് പറയാനായിട്ട് കാര്യം, വായിച്ചൊരു കാര്യം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകണം. വേറെ ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാം അറിയാലോ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.